എന്ത് നല്ല സ്വഭാവ പ്രതാപന്റേത്. ഇക്കാലത്ത് ഇത്രയും നല്ല ചെറുപ്പക്കാരനെ കാണാൻ പോലും കിട്ടില്ല. പ്രതാപൻ എന്ന് പറഞ്ഞ എ കംപ്ലീറ്റ് മാൻ. എല്ലാം തികഞ്ഞ ഒരു ചെറുപ്പക്കാരനവൻ. സദ്ഗുണ സമ്പന്നന്നൊക്കെ ഒറ്റ വാക്കിൽ പറയാം. പത്മയ്ക്ക് അറിയാത്ത ഒരു സത്യം കൂടി ഞാൻ പറയാം. മഹാദേവ വർമ്മ സാറിന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു പ്രതാപൻ സാറിന്റെ അച്ഛൻ. മോളുടെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചത് പ്രതാപൻ സാറിന്റെ അച്ഛനായിരുന്നു. ഞാൻ ചെറുപ്പകാലം മുതല് ഈ പ്രതാപേട്ടനോട് ഒത്തിരി അവഗണന കാണിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം കളിയാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇന്നേ വരെ ഇദ്ദേഹം എന്നെ വഴക്കു പറയോ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അത് ഇദ്ദേഹത്തിന് എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ. എന്തായാലും ഞാൻ കാണിച്ചത് മോശമായി പോയി. ഒരു സോറി പറയാം. അല്ല, എന്തായി കാണിച്ചത്? കാറ് പിടിക്കില്ലായിരുന്നോ? കാറ് നിർത്തില്ലെന്ന് തോന്നിയുണ്ടാ വട്ടം കയറി നിന്നത്. എന്തിനാ കാർ തടഞ്ഞത്? സംസാരിക്കാനുണ്ട്. പത്മയോടല്ലേ? പോയി സംസാരിച്ചോളൂ. എനിക്ക് സംസാരിക്കാനുള്ളത് അവളോടല്ല, പിന്നെ പ്രതാപേട്ടനോടാ. ഞാനിപ്പോ ഒരു ജോലിയില്ല. ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് തീരെ സമയമില്ല. പ്രതാപേട്ടൻ ഇവളുടെ ഡ്രൈവറാണോ? അതെ. എന്താ സംശയം? എങ്കിൽ പ്രതാപേട്ടൻ പുറത്തോട്ടിറങ്ങ. നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. ഊർമിളെ, ഇപ്പൊ എന്തായാലും സമയമില്ല. കാർ എടുക്കല്ലേ? എന്താ ഇത്? എന്താ ഇത്? അത് വായിച്ചു നോക്ക്. നിന്നോട് രണ്ടു വാക്ക് സംസാരിക്കാൻ കൂടിയാ ഞാൻ ഈ കാറ് തടഞ്ഞത്. ഓ, അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടായിരുന്നല്ലേ. അയ്യോ, ഞാനത് അറിഞ്ഞില്ല. നാളെ നടക്കാൻ വന്ന ഡാൻസ് കോമ്പറ്റീഷനില് ആര് ജയിക്കുമെന്നാ നിന്റെ വിചാരം? എനിക്ക് ഒരേ ഒരു വിചാരേ ഉള്ളൂ, എനിക്ക് ജയിക്കണമെന്ന്. എനിക്ക് എങ്ങനെയും ജയിക്കണമെന്നല്ല, എന്റെ കഴിവുകൊണ്ട് എനിക്ക് ജയിക്കണം. നിനക്ക് സംശയം വേണ്ട, ഞാൻ തന്നെ മത്സരത്തിൽ ജയിക്കും. അത് നിന്റെ വെറും വ്യാമോഹം. നടക്കാൻ പോന്ന മത്സരത്തില് ഈ ഞാൻ ജയിക്കും എന്ന് വെച്ചാ ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും. അത് നമുക്ക് കാണാം. കാണാം. പ്രതാപേട്ട, നാളെ മറുപടി തരാൻ മറക്കല്ലേ. പിന്നെ അവര് തമ്മിലുള്ള കുടുംബ പ്രശ്നം നീ എങ്ങനെ പരിഹരിച്ചു? അത് അതിന്റെ കഥ ഞാൻ പറയാം സാറേ. കൊച്ചുകുട്ടാപ്പി ദിവസവും ആനമൈക്ക് കഴിച്ചു വന്ന് ഭാര്യ ലീലയെ ഇടിയോടിടി. അതാണല്ലോ കേസ്. ഇടികൊണ്ട് അവള് ചോര ഛർദിച്ച ആശുപത്രിയിലായല്ലോ. അത് പരിഹരിക്കാനല്ലേ പ്രതാപനെ ഞാൻ നിയോഗിച്ചത്. ഇതൊരു ചീഞ്ഞ കേസായതുകൊണ്ട് പരിഹരിക്കാൻ ഞാനും ജഗനും കൂടി പോയി. ആദ്യം ഈ ആനമൈക്കയുടെ ഉത്ഭവം എവിടുന്നാണെന്ന് അന്വേഷിക്കാൻ പ്രതാപം പറഞ്ഞു. ജഗനും ഞാനും കൂടി അത് കണ്ടുപിടിച്ചു. വരട്ടുപാറയിൽ ഒരു തിമ്മൻ കുഞ്ഞാണ് നാട്ടുകാരൻ. അതൊരു ഭേദപ്പെട്ട ഡിസ്റ്റിലറിയാണ്. ആദ്യം തിമ്മനെ കൈകാര്യം ചെയ്ത് എന്നേക്കുമായി ആനമൈക്കയുടെ ഉൽപാദനം നിർത്തിച്ചു. ആഹാ, തിമ്മന് നമ്മുടെ തോട്ടത്തിൽ ജോലിയും കൊടുത്തു. നേരെ കൊച്ചുകുട്ടാപ്പിയെ തെരഞ്ഞു പിടിച്ച് പ്രതാപം പറഞ്ഞിട്ട് ഞാൻ കുട്ടാപ്പിക്കിട്ട് 2 പൂശും പൂശി. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നേ. അതെന്താ ആരും ചർച്ചയ്ക്കെടുക്കാത്ത? എന്ന്
ആ അതാണോ? ഓ അതിപ്പോ വർമ്മ സാറിനോട് പറയാലോ. എന്താ വേണു? പത്മാവതി തമ്പുരാട്ടിയുടെ ഡാൻസ് മത്സരത്തിന്റെ കാര്യമാ കുറിപ്പ് പറഞ്ഞത് അല്ലേ വേണു? അത് തന്നെ. അതെങ്ങനെ വേണമെന്ന് ഞാൻ നിങ്ങളോടും കൂടി ചോദിക്കാനിരിക്കുകയായിരുന്നു. ഡാൻസ് മത്സരം നടക്കുന്നത് രാഗമാലികയിലല്ലേ? അതെ. മത്സരം എവിടെയാണെങ്കിലും ഇവിടത്തെ കുഞ്ഞിന്റെ അരങ്ങേറ്റം കൂടി ഇല്ലേ, നമുക്കത് ആഘോഷിക്കണ്ടേ? ഞാൻ സരസ്വതിയും പത്മയും കൂടി ഇങ്ങോട്ട് വിളിക്കട്ടെ? ഞങ്ങൾ ഇവിടെ ഉണ്ടേ. മത്സരം എങ്ങനെയാ മോളെ? ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടോ? ഉണ്ടാവും അച്ഛ, രാഗമാലികയുടെ പരിപാടിയല്ലേ. പരിപാടി ആരുടേതാണെങ്കിലും ഫസ്റ്റ് പ്രൈസ് സൂര്യമംഗലത്തേക്ക് പോരണം. അതിന് യാതൊരു മാറ്റവും പാടില്ല. അത് പിന്നെ പത്മാവതി തമ്പുരാട്ടിക്ക് തന്നെ കിട്ടും, യാതൊരു സംശയമില്ല. കട്ടക്കെട്ടുകൾ മത്സരമാ. ഒരാള് വെല്ലുവിളിച്ചിട്ടുണ്ട്, പത്മാവതിയെ തോൽപ്പിക്കുന്നു. അതാരാ? അതാ ഊർമിളയാ. ഏതൂർമിള? ആ പാട്ടുപുരക്കൽ കർത്താവിന്റെ മകൾ. ഓ ഓ, ആ ഗോപാലകർത്താവിന്റെ മോള്. ആ അഹങ്കാരി പെണ്ണ് അവളൊന്നും ജയിക്കത്തില്ല. അവളെ ഒന്നും സരസ്വതി ദേവി അനുഗ്രഹിച്ചിട്ടില്ല. മത്സരത്തിന് വഴക്കൊന്നും വേണ്ട. നന്നായിട്ട് ആര് പെർഫോം ചെയ്യുന്നു അവർക്കായിരിക്കണം ഒന്നാം സമ്മാനം.